പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായ നല്ല പ്രഭാതം. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നുള്ള ആത്മീയ സന്ദേശങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രാരംഭത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ ഓർപ്പിച്ചല്ലോ, വചനം പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് ഇതിനകത്ത് കുടുക്ക് ചോദ്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്. വേറെ നിരീശ്വരവാദികളായിട്ടുള്ളവർക്ക് ബൈബിൾ സത്യമല്ല എന്ന് ബൈബിളിനകത്തുനിന്ന് തന്നെ അവർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ഇതുണ്ട്. പിന്നെ ആമേൻ, പഠിതാക്കൾക്ക്, സ്കോളേഴ്സിന് ഇതിനകത്തുനിന്ന് വലിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ആമേൻ, ദൈവവചനം ധ്യാനിക്കുന്ന, പ്രസംഗിക്കുന്ന ദൈവദാസന്മാർക്ക് വചനമായിട്ടിരിക്കുമ്പോൾ വചനത്തിനകത്ത് ആഴമേറിയ മുത്തുകൾ ആമേൻ പറക്കിയെടുക്കാം. വചനം പല രീതിയിലാണ്. പക്ഷേ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന വചനത്തിനകത്തെ നമ്മുടെ ലൈഫിനകത്ത് പ്രാവർത്തികമാക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സക്കായിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗമാണ്. ലൂക്കോസിന്റെ ശേഷം 19 അധ്യായത്തിൽ 7-8 വാക്യങ്ങൾ. കണ്ടവർ എല്ലാവരും അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിൻ്റെ രക്ഷ വന്ന് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. നമ്മുടെ ലൈഫിനകത്ത് പ്രാവർത്തികമാക്കുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തയെന്ന് പറയുന്നത്, കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് വന്നാൽ നമ്മളിലുള്ള അന്യായമായിട്ടുള്ളത്, ദൈവഹിതമില്ലാത്തത്, അത് ചിലപ്പോൾ ചില വ്യക്തികളുടെ കയ്യിൽ നിന്ന് മേടിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും റൂട്ടിലൂടെ വന്നു ചേർന്നതായിരിക്കാം. അത് നമുക്ക് പിന്നെ വേണ്ട. ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരുടെയെങ്കിലും ഏതു കാര്യമായിക്കൊള്ളട്ടെ, വസ്തുവകയായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ആമേൻ, നിങ്ങളുടെ കൈവശം ഉണ്ടോ അന്യായമായിട്ടുള്ളത് തിരികെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകാമോ? ഒരു വലിയ ഡെലിവറൻസ് നിങ്ങളിലുണ്ടാകും, നിങ്ങളുടെ നന്മകളിലുണ്ടാകും. ഞാൻ പറഞ്ഞൊരു ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? പിശാച് ക്ലെയിം ചെയ്യുന്ന ഒന്നും നമ്മുടെ ഭവനത്തിനകത്ത് ഉണ്ടാകാൻ പാടില്ല. ഇത് നമ്മുടെ ലൈഫിനകത്ത് പ്രാവർത്തികമാക്കാമെങ്കിൽ ചില കലഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ പോവാം. കുടുംബത്തിനകത്ത് ചില കലഹങ്ങൾ മാറും, കലക്കങ്ങൾ മാറും, നന്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലതും അടഞ്ഞു മാറിയിട്ട് നിങ്ങളുടെ നന്മകൾ നിങ്ങൾക്ക് പ്രയോജനമാകും. ദൈവഹിതമില്ലാതെ ആരിലുമൊക്കെ തട്ടിച്ചും വെട്ടിച്ചും മുറിവേൽപ്പിച്ചും അന്യായമായിട്ടൊക്കെ ചതിച്ചുമൊക്കെ പൈസ സമ്പാദിക്കുന്ന ദൈവമക്കൾ തന്നെയുണ്ട്. അവർ പറയുന്ന ദൈവം തരുന്നതാണ്. ഏത് ദൈവമാണെന്നും കൂടെ ചിന്തിച്ചോണം. യാഹ്വേ അത് തരത്തില്ല, കർത്താവ് അതിന് കൂട്ടു നിൽക്കത്തില്ല. ദൈവം തരുന്ന നന്മകൾ എപ്പോഴും നമുക്ക് അനുഗ്രഹമായിട്ട് മാറത്തുള്ളൂ, നന്മയായിട്ട് തീരും. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് അത് ഉപകാരമായിട്ട് തീരത്തുള്ളൂ. അല്ലാതെ അന്യായമായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് കർത്താവേ ഇന്ന് ആരെ പറ്റിക്കണം എന്നുള്ള രീതിയിലുള്ള ചിന്തയും മുന്നോട്ട് നീങ്ങിയ പലരെയും പറ്റിച്ച് പലതും സമ്പാദിച്ചെന്നിരിക്കും. പക്ഷേ അത് പ്രയോജനപ്പെടണമെന്നില്ല. നോക്കിയ സക്കായിയുടെ വിഷയത്തിലേക്ക് വരിക. സക്കായി ആരായിരുന്നു? ചുങ്കം പിരിക്കുന്നവനായിരുന്നു, അല്ലേ? കുത്തിനു പിടിച്ച്, കഴുത്തെ പിടിച്ച് പൈസ തന്നിട്ട് പോയാൽ മതി എന്ന് പറയാനുള്ള അധികാരം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ചുങ്കക്കാരോട് ഭയങ്കര വെറുപ്പ് ലോക മനുഷ്യർക്ക്, മറ്റുള്ളവർക്ക്. അവരുടെ കൂടെ ആ കർത്താവ് നടക്കുന്നത്, അവരുടെ തോളെ കൈയിട്ടും അവർക്ക് കറക്റ്റ് ഉപദേശങ്ങളൊക്കെ കൊടുത്തു. അതുകൊണ്ടാണ് ഈ പരീശന്മാർക്കും ഈ മതപുരോഹിതന്മാർക്കൊക്കെ യേശുവിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്തത്. പക്ഷേ ഇവിടെ നോക്കിയേ, ഈ ഭാഗം നിങ്ങൾ നോക്കിയേ. സക്കായുടെ വീട്ടിലോട്ട് യേശു പോകുന്നെന്ന് പറഞ്ഞപ്പോൾ യേശു സക്കായോട് പറഞ്ഞു, എടാ, നിൻ്റെ വീട്ടിനകത്ത് വസ്തുവകൾ അന്യായമായിട്ട് കൈവശപ്പെടുത്തിയുണ്ട് കേട്ടോ, അതെല്ലാം നീ കൊടുക്കണമെന്ന് പറഞ്ഞു. നീ ഒത്തിരി പേരെന്ന് പിടിച്ചു മറിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഇല്ല. യേശുവിൻ്റെ സാന്നിധ്യം, നമ്മൾ പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്നിലേക്ക്, നിങ്ങളിലേക്ക് യഥാർത്ഥമായിട്ട് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലുള്ള രൂപാന്തരങ്ങളാണ്. ലൈഫിനകത്ത് മാറ്റം വരുത്താൻ കഴിയുന്ന രൂപാന്തരത്തിൻ്റെ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നത്. സക്കായി ഇതെല്ലാം പറയുക. പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാൻ പോവുക, ചതിയായിട്ട് മേടിച്ചിട്ടുള്ളതിൻ്റെ 4 മടങ്ങ് കൊടുക്കാൻ പോവുക, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പോൾ എന്താ സംഭവിച്ചത്? കർത്താവിൻ്റെ നാമം അവിടെ മഹത്വമെടുക്കാൻ ഇടയായിത്തീർന്നു. ഇത് കർത്താവ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അങ്ങനെ ആ കർത്താവിനെ മുറുകെ പിടിച്ച് സ്നേഹിച്ച്
സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ചെറിയ സന്ദേശത്തിലൂടെ വളരെ ആഴമേറിയ ആത്മീക സത്യം അങ്ങ് ഞങ്ങൾക്ക് പകർന്നു തന്നതിനായിട്ട് സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ദൈവനാമം മഹത്വം എടുക്കട്ടെ. ദൈവക്കരുത്ത് വെളിപ്പെടട്ടെ. ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.